ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഷോപ്പിന്റെ പേര് തോംസൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽസ്, പാല, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായില് കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഞങ്ങൾ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്ട്സ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്ട്സ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇത് TV വാൾ മൗണ്ട് ആണ്. ഇത് ഫിക്സഡ് വാൾ മൗണ്ട് ആണ്, അതായത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിന്റെ ഒരു സൈസ് വരുന്നത് 26 to 63 ഇഞ്ചസ് ആണ് ടിവിയുടെ സൈസ്. 26 മുതൽ 63 ഇഞ്ച് വരെ സൈസ് ഉള്ള TV നമുക്ക് ഇത്തേൽ ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഫിക്സഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് താരതമ്യേന റേറ്റ് കുറവായിരിക്കും. അപ്പൊ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള വാൾ മൗണ്ടുകളും അവൈലബിൾ ആണ്. അപ്പൊ എല്ലാം നമ്മൾ ടിവിയുടെ സൈസ് അനുസരിച്ചാണ് വാങ്ങേണ്ടത്. അപ്പൊ മൂവബിൾ ആകുമ്പോൾ ഇതിനേക്കാളും റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് കോർണറിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ TV നമുക്ക് ഏത് സ്ഥലത്തേക്കാണോ വേണ്ടത് അത് നമുക്ക് തിരിച്ചു വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത് നമുക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ടേ പറ്റത്തുള്ളൂ. ഈ ഒരു വാൾ മൗണ്ടിന്റെ റേറ്റ് വരുന്നത് 350 രൂപയാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് റിമോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പാനാസോണിക് ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്, ഇത് വന്നിരിക്കുന്ന സാംസങ് ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. അപ്പോൾ കുറേയൊക്കെ നമുക്ക് സ്റ്റോക്ക് ആയിട്ടും കുറെ നമുക്ക് ഓർഡർ ഇങ്ങനെ എടുത്തു കൊടുക്കാനായിട്ട് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ ഒരു TVയുടെ റിമോട്ടാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇത് ഇംപെക്സ് ആൻഡ്രോയിഡ് TVയുടെ റിമോട്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു കുറേ എണ്ണത്തിന് യൂസ് ആവുന്ന ഒരു റിമോട്ടാണ്. അതായത് ഇംപെക്സ്, ഒനിക്സ്, ഐവ, റീകണക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ TVകൾക്ക് സ്യൂട്ട് ആവുന്ന ഒരു കോമൺ റിമോട്ടാണ്. ഇത് ഇംപെക്സ് TVയുടെ റിമോട്ട്. അപ്പൊ ഇംപെക്സിനൊക്കെ പല മോഡൽ TVക്ക് ഇംപെക്സിനല്ല, എല്ലാ TVകൾക്കും ഓരോ മോഡലിനും ഓരോന്നായിരിക്കും റിമോട്ട് വരുന്നത്. എല്ലാം ഡിഫറൻസ് ആയിരിക്കും, കുറച്ചൊക്കെ ഡിഫറെന്റ് ആയിരിക്കും എല്ലാം. പിന്നെ വന്നിരിക്കുന്നത് സോൾഡറോണ്ട് സോൾഡറിങ് അയണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 450 രൂപയാണ്. ഇത് സോൾഡറോൺ ബ്രാൻഡഡ് ഐറ്റം ആണ്. പിന്നെ നമുക്ക് ലോക്കൽ ഐറ്റംസ് സോൾഡറിങ് അയൺ ലോക്കൽ ഐറ്റംസും അവൈലബിൾ ആണ്. 150 രൂപ തൊട്ടുള്ള സോൾഡറിങ് അയൺസ് അവൈലബിൾ ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഓക്സ് കോഡ് 5 മീറ്ററിന്റെ ഓക്സ് കോഡ് വന്നിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്നത് 3 മീറ്ററിന്റെ ഓക്സ് കോഡ്. ഇത് കൂടാതെ നമുക്ക് 1.5 മീറ്ററിന്റെയും 10 മീറ്ററിന്റെയും ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഐബെല്ലിന്റെ പുതിയൊരു ടോർച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഐബെല്ലിന്റെ പുതിയ സ്റ്റോക്ക് എല്ലാം വരുന്നത് പുതിയ പാക്കിങ്ങിലാണ്. പഴയ പാക്കിംഗ് ഒക്കെ മാറി. നേരത്തെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതിന്റെ പാക്കിംഗ് എല്ലാം മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ചെറിയ മോഡലാണ്. ഇതിന്റെ വേറൊരു പുതിയ മോഡലിൽ ലോഞ്ച് ചെയ്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 999 റേഞ്ചിൽ വരുന്ന ഒരു ടോർച്ചാണ്. യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള 999 റേഞ്ചിൽ വരുന്ന ഐബെല്ലിന്റെ പുതിയൊരു ടോർച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതും നമുക്ക് സൂമിങ് ഓപ്ഷൻ ഒക്കെ ഉള്ള ടോർച്ചാണ്. ബാക്കി എല്ലാ പോലെ തന്നെ നമുക്ക് സൂമിങ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഡിസ്റ്റൻസിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഡിം ഉണ്ട്, ബ്രൈറ്റ്, പിന്നെ ഫ്ലാഷ് മോഡ് ഉണ്ട്, SOS മോഡ്, പിന്നെ നമുക്ക് സൈഡിലായിട്ട് RGB ഉണ്ട്. ഇങ്ങനെ എമർജൻസി ലൈറ്റ് പോലെ യൂസ് ചെയ്യാം. അത് തന്നെ RGBയിൽ വരുന്നുണ്ട്. ഇങ്ങനെ വൈറ്റ്, റെഡ്, പിന്നെ അതിൻ്റെ SOS മോഡ് വരുന്നുണ്ട്. ഇതിന് C ടൈപ്പാണ് ചാർജിങ് കേബിൾ വരുന്നത്. കേബിൾ നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. റേറ്റ് വരുന്നത് 999. പിന്നെ ഐബെല്ലിന്റെ എമർജൻസി ലൈറ്റ് ആണിത്. ഇതാണ് ഇതിന്റെ വലിയ മോഡൽ. ഇതിന്റെ ചെറിയ മോഡൽ അവൈലബിൾ ആണ്. ഇത് വലിയ മോഡല്. അപ്പൊ ഇത് നമുക്ക് ഇവിടത്തേല് നമുക്ക് പവർ ബാങ്ക് ആയിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കറണ്ട് ഇല്ലാത്ത സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ ഇത്തേ കുത്തി നമ്മുടെ മൊബൈൽ നമുക്ക് റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ MRP വരുന്നത് 2950 ആണ്. അപ്പൊ നല്ല വെളിച്ചമുള്ള ഒരു എമർജൻസി ലൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതും ഇങ്ങനെ LED തന്നെ ട്യൂബിന്റെ ആകൃതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് അതുപോലെ തന്നെ ട്യൂബിന്റെ ആകൃതിയിലും ഉണ്ട്, അതിന് ചുറ്റിനും സെപ്പറേറ്റ് LED ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് LED തന്നെ തെളിക്കാൻ പറ്റും, ട്യൂബ് തന്നെ തെളിക്കാൻ പറ്റും, രണ്ടും കൂടെ തെളിക്കാൻ പറ്റും. അങ്ങനെ പല ഓപ്ഷനിൽ വരുന്ന ഒരു എമർജൻസി ലൈറ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് ക്രിസ്മസ് ഐറ്റം കൂടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ കുറെ മാലകളൊക്കെ LED മാലകളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പുതിയ കുറച്ച് LED മാലകളും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ പല കളേഴ്സ് ഉണ്ട്. ഇതിപ്പം പിങ്ക് കളറാണ്.
അതായത് ഏത് കളറാണോ ആ ഒരു കളറിലാണ് ഇതിന്റെ വയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചറിയാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇത് സിംഗിൾ കളറ്, ഇതിനകത്ത് 50 ബൾബാണ് വരുന്നത്. അപ്പൊ 50 ബൾബ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 മീറ്റർ ഇതിന് ലെങ്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പിങ്ക് വന്നിട്ടുണ്ട് അതിന്റെ, പിന്നെ അതിന്റെ ബ്ലൂ ഉണ്ട്, ഇത് വൈറ്റ്, അതിന്റെ തന്നെ റെഡ്, അതിന്റെ ഗ്രീൻ, അതിന്റെ ഗോൾഡൻ അല്ല വാം കളർ, പിന്നെ ഇത് മൾട്ടി കളർ. അപ്പൊ നമുക്ക് മൾട്ടി കളർ ഒന്ന് തെളിച്ചു നോക്കാം. ഇതെല്ലാം ഇങ്ങനെ സിംഗിൾ കളറാണ്, ആ വയറിന്റെ കളറിലാണ് അതിന്റെ LED തെളിയുന്നത്. ഇതാണ് മൾട്ടി കളർ, എല്ലാ കളറും ഉണ്ട് തേല്. അപ്പൊ നമുക്ക് ഈ മാലയ്ക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. സിംഗിൾ കളർ ആണെങ്കിലും മൾട്ടി കളർ ആണെങ്കിലും സെയിം റേറ്റ് ആണ്, 250 രൂപയാണ് വരുന്നത്. ഇനി നമുക്കൊരു സിംഗിൾ കളറും കൂടെ തെളിച്ചു നോക്കാം. നല്ല പ്രിറ്റി പിങ്ക് കളർ. ഗോൾഡൻ യെല്ലോ വാം കളർ. ബ്ലൂ കളർ. ഇതൊന്നും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യത്തില്ല കേട്ടോ, ജസ്റ്റ് തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ. മൾട്ടി കളർ മാത്രമാണ് നമുക്ക് അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കിട്ടുന്നുള്ളൂ. ഗ്രീൻ, റെഡ്, വൈറ്റ്. അപ്പോൾ നമുക്ക് ഈ സിംഗിൾ കളർ എടുത്തിട്ട് നമുക്ക് പല ഡിസൈനിൽ തെളിക്കണം എന്നുണ്ട്. ഇപ്പം നമുക്ക് മൾട്ടി കളർ മാത്രമാണല്ലോ അങ്ങനെ ചേസർ പോലെ പല കളറിൽ തെളിയുന്നുള്ളൂ. അപ്പൊ ഈ സിംഗിൾ കളർ നിങ്ങൾക്ക് എടുത്തിട്ട് ചേസർ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ഡിസൈനർ ചേസർ വന്നിട്ടുണ്ട്. അതായത് 10 ചാനലിന്റെ ഡിസൈനർ ചേസർ. അപ്പൊ ഇത്തേല് നമുക്ക് 10 മാല കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമുക്ക് ഒരുപാട് ഡിസൈനിൽ ഇത് വർക്ക് ചെയ്യും. അപ്പൊ ഞാൻ അതിന്റെ ഒരു ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത ഡെമോ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ LED ഉണ്ട്, അപ്പൊ ഏതൊക്കെ രീതിയിൽ ഇത് തെളിയുന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ മാല എടുത്തിട്ട് ഇത്തേല് കണക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിസൈൻസിൽ ഇത് കത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ സൈഡിൽ ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കൺട്രോളും അവൈലബിൾ ആണ്. ഇതും കുത്തിയാ പോരെ. ഇപ്പൊ ഇതാണ് നമ്മള് 10 ചാനലിന്റെ ഡിസൈനർ ചേസർ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പല തരത്തില് ഇത് ഡിസൈൻ വരും. അപ്പൊ ഈ LED എങ്ങനെയാണോ ബ്ലിങ്ക് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ കണക്ട് ചെയ്തിരിക്കുന്ന മാലകൾ കത്തിക്കൊണ്ടിരിക്കും. നമുക്ക് സൈഡില് ഇതിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു മീഡിയം സ്പീഡിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് ഈ ഒരു ചേസറെ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡിസൈനർ ചേസറിന്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ് 10 ചാനലിന്റെ. പിന്നെ നമ്മുടെ നോർമൽ ചേസർ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മൾ സ്റ്റാർ ആണെങ്കിലും മാലയാണെങ്കിലും ഇട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന രീതിയിലുള്ള 4 ചാനലിന്റെ ചേസർ. നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇത് ഡിസൈൻ ഇല്ല, ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഓടി കത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് 4 ചാനലിന്റെ ഉണ്ട്, 6 ചാനലിന്റെ ഉണ്ട്, 10 ചാനലിന്റെ ഉണ്ട് ഈ മോഡൽ കിട്ടുന്നത്. അപ്പൊ ഇത് 300 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ റെയിൻബോ ബൾബ് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാറിനകത്തൊക്കെ ഇടാൻ വേണ്ടി പല കളർ തെളിയുന്ന റെയിൻബോ ബൾബും വന്നിട്ടുണ്ട്. ഇത് 9 വാട്ടിന്റെയാണ്. അപ്പൊ ഇവിടുത്തെ എല്ലാ കളറും മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. പിന്നെ നമുക്ക് നമ്മുടെ LED ട്യൂബ് വന്നിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു ഐറ്റം ആട്ടോ. അപ്പൊ കുറെ പേരൊക്കെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ഹാങ് ചെയ്തിടണം, അപ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനെ കളറുകൾ താഴേക്ക് ഒഴുകി വീഴുന്ന പോലെ തോന്നും, നല്ല ഭംഗിയാണ്. ഇതിപ്പോ ഇതിന്റെ പ്ലാസ്റ്റിക് കവറും കൂടെ കിടപ്പുണ്ട്.
കണ്ടോ? അപ്പൊ ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു LED ട്യൂബിന്റെ റേറ്റ് വരുന്നത് 190 രൂപയാണ്. ഇത് പ്ലാസ്റ്റിക് ആണ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഇതും കൊറിയറിൽ അയച്ചു തരുന്നതായിരിക്കും. അപ്പൊ ഇത്രയും പ്രോഡക്ട്സ് ആണ് ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്